നമസ്കാരം. പ്രധാന വാർത്തകൾ. കടങ്ങോട് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത്. അധികൃതരുടെ അനാസ്ഥ. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായത്. വാർത്തകൾ വിശദമായി. കടങ്ങോട് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും തെരുവുനായുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. കടങ്ങോട് മനപ്പടി, തെക്കുമുറി, മില്ല് പ്രദേശങ്ങളിലുള്ളവർക്കാണ് കടിയേറ്റത്. 2 മാസം മുമ്പ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പുരോഗിയായ 80-കാരിയെ പേവിഷബാധയുള്ള നായ വീടിന്റെ അകത്തുകയറി കടിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇവരുടെ കിടപ്പുരോഗിയായ മകനും ഗുരുതരമായി കടിയേറ്റു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ഷട്ടർ ഒരുക്കുമെന്നും നായ്ക്കളെ വന്ധീകരിക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിനാവശ്യമായ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെ സംഘർഷാവസ്ഥയുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഷറഫു പന്നിത്തടം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം സെക്രട്ടറിമാരായ ഇബ്രാഹിം, സുനിത്ത് മണ്ടമ്പറമ്പ് എന്നിവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി എം.എച്ച്. നൌഷാദ്, പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ, പി.യു. പ്രകാശൻ, വി.വൈ. മുഹമ്മദ് അലി, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. യു.ഡി.എഫ് മെമ്പർമാരായ സൈബുനിസ ഷറഫു, കുമാരി മുരളി, ആമിന സുലൈമാൻ, ബാഹ്യാദ്രി, അശോകൻ, തോമസ് എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് പറഞ്ഞു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധീകരണം നടത്തി ഷെൽട്ടറിലാക്കുന്നതിനായി ഈ ഭരണസമിതി 20 ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വനത്തിനോട് ചേർന്ന് വിജനമായി പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിച്ച 2 കെയർടേക്കർമാരെ നിയമിക്കും. പല ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായവും ഇക്കാര്യത്തിന് ആവശ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ നിലവിൽ വരാത്തതിനാൽ ഒരു വകുപ്പിലും ഒരു കാര്യവും നടക്കുന്നില്ല. ഭരണസ്തംഭനം മൂലം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതെല്ലാം മറച്ചുവെച്ച് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടത്തുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സമഗ്രമായ പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത്. തെരുവുനായകളെ വന്ധീകരിക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെച്ചതിന് പുറമെ തെരുവുനായ ഷെൽട്ടർ കടങ്ങോട് മേഖലയിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 20 ലക്ഷം രൂപയ്ക്ക് തെരുവുനായ ഷെൽട്ടർ നിർമ്മിച്ച് പഞ്ചായത്തിലെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ പിടിച്ച് വന്ധീകരണം നടത്തി ഷെൽട്ടർ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായൊരു പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എടുത്തത്. കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ ഇത്തരം ഫയലുകൾ ചെന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം തരുന്നതിനും അതിൻ്റെ മുകളിൽ തീരുമാനം തരുന്നതിനുമുള്ളൊരു കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്
ആണ് ഈ പദ്ധതി തുടക്കം കുറിക്കാൻ കഴിയാത്തത്. UDF ഇതിനൊക്കെ മറച്ചു വെച്ച് മലന്ന് കിടന്ന് തുപ്പതിന് തുല്യമാണ് ഇവരിങ്ങനെ ഒരു രാഷ്ട്രീയ ആഭാസ സമരം നടത്തുന്നത്. ഈ പ്രശ്നം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സമഗ്രമായ മാതൃകാപരമായ ഒരു പദ്ധതി വച്ചിട്ടുള്ളത്. പദ്ധതി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കേരളത്തിലൊരു സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആഭാസകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രായമായ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കാനുള്ളത്. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് സമീപം മരണവീട്ടിലെത്തിയവർ തമ്മിൽ തർക്കം, ഒരാൾക്ക് വെട്ടേറ്റു. വെളിങ്കോട് വടക്കേപ്പുറത്ത് 38 വയസ്സുള്ള മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പാലപ്പെട്ടി സ്വദേശിയാണ് ഇയാളെ ആക്രമിച്ചതെന്ന് പറയുന്നു. പരിക്കേറ്റ മുസ്തഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയത്. വേലൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ തയ്യൂർ പള്ളിക്ക് സമീപം മഠപ്പറമ്പിനോട് ചേർന്നുള്ള 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടമാണ് മണ്ണിട്ട് നികത്തുന്നത്. മഴക്കാലത്ത് മുണ്ടത്തിക്കോട്, കോടശ്ശേരി, കാങ്കാട് കുന്നുകളിൽ നിന്നും വലിയ തോതിൽ ഒഴുകിവരുന്ന വെള്ളം ഈ നീർത്തടത്തിലാണ് കെട്ടിക്കിടക്കാറുള്ളത്. അതിവർഷമുണ്ടായാൽ പ്രദേശത്ത് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടാറ്. പ്രദേശത്ത് 25 വീടുകളുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങളിലും കാലവർഷം ശക്തമായ കഴിഞ്ഞ 3 വർഷങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ നമ്മൾ നിൽക്കുന്ന ഈ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു അനുമതിയുമില്ലാതെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ച് നിൽക്കുന്നത് ചിന്തയുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ സ്കൂളിലെ ക്യാമ്പുകളിലേക്കും പള്ളിയിലെ ക്യാമ്പുകളിലേക്കും മാറുന്ന ഒരു വിശേഷമാണുള്ളത്. ഈ കുന്നും പ്രദേശത്ത് നിന്ന് വരുന്ന മഴവെള്ളം പ്രോപ്പറായിട്ട് പോകാനുള്ള ഒരു തോട് പഴയ കാലത്തുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിൽ പരാതി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഒത്താശയോട് കൂടി നടത്തുന്ന ഈ പരിപാടിക്ക് ഇവിടുത്തെ ജനങ്ങൾ എതിരാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള വീട് ആദ്യം ഇവിടെ പോയായിരുന്നത് ഒരു 15ഓളം വീട് മാത്രമേ സ്കൂളിലേക്ക് പോയി. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന 30 വീടോളം സ്കൂളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം ഇതിൽ ഇട്ടിട്ടുള്ള മണ്ണ് കോരി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൻതോതിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ ബിന്ദു നന്ദൻ, പൊതുപ്രവർത്തകരും പ്രദേശവാസികളുമായ ER രാഹുൽ, KV ഗിരീഷ്, ധനിൽകുമാർ, ഫ്രാൻസിസ്, ആൽഫ്രഡ് തോമസ്, അഖിൽ ബിജു, രതീഷ്, ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 15 തന്നെ പ്രഖ്യാപിക്കും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. 15 തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സമാന അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനമടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയും ഉപജീവനമാർഗവും നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് സ്ഥലം ഉടമകൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2011 ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമിയാണ് ഇപ്പോൾ വീണ്ടും ഏറ്റെടുക്കാൻ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഏതെല്ലാം പദ്ധതികൾക്കായാണ് ഭൂമി ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോഴത്തെ വിജ്ഞാപനം. ക്ഷേത്ര പാരമ്പര്യ പ്രവൃത്തിക്കാർക്ക് പരിസരത്ത് തന്നെ താമസം ഉറപ്പാക്കണമെന്നും വ്യാപാരികൾക്ക് മുൻകൂട്ടി പുനരധിവാസം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൃത്യമായ വിപണി വില ലഭ്യമാക്കണം. സാമൂഹികാഘാത പഠന റിപ്പോർട്ടിലെ വിവരങ്ങൾ തങ്ങളുടെ സമ്മതമില്ലാതെയാണ് രേഖപ്പെടുത്തിയതെന്നും കളക്ടർ നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഉടമകൾ ആരോപിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മനോജ് വി മേനോൻ, ടി നിരാമയൻ, നന്ദൻകുമാർ, വീട്ടിക്കിഴി കൃഷ്ണൻ നമ്പൂതിരി, കൊടക്കാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്രയും കാലമായിട്ട് ഈ ഒഴിപ്പിക്കപ്പെടുന്ന ഭൂവുടമകളെയോ വ്യാപാരികളെയോ കട ഉടമകളെയോ ലോഡ്ജ് ഓണേഴ്സിനെയോ ഹോട്ടലുകാരെയോ അപ്പോൾ ഞങ്ങളുടെ ആശങ്ക വെളിപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ആരുടെ അടുത്ത് പോകും? ദേവസ്വം അധികാരികളുടെ അടുത്ത് പോയാൽ പറയും ഞങ്ങളുടെ അടുത്തല്ല അക്വസിഷൻ നടപടിയായി, നിങ്ങൾ ഗവൺമെന്റിലേക്ക് പോകുന്നു. ഗവൺമെന്റിലേക്ക് ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തു, LAക്ക് പരാതി കൊടുത്തു. ആ പരാതിയൊക്കെ അവർ ഇവിടേക്ക് ഫോർവേഡ് ചെയ്യാന്നല്ലാണ്ട്
ഇന്ന് വരെ ഈ നിമിഷം വരെ വ്യക്തമായ ഒരു കാര്യവും എന്താണ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോണത്, അല്ലെങ്കിൽ എന്താണ് മാസ്റ്റർ പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് പുനരധിവാസ പാക്കേജ്, ഇതൊന്നും പറയാതെ മുന്നോട്ട് പോവാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കണ്ടാണിശ്ശേരിയിൽ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ സ്കൂൾ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി. കുടിവെള്ളത്തിന്റെ ശുദ്ധി, ക്ലോറിനേഷൻ നടപടികൾ, ശുചിമുറി സൌകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, അടുക്കള ശുചിത്വം, പാചക തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുത്തി വിശദമായ പരിശോധന ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂൾ പരിസരങ്ങളിലെ അപകടാവസ്ഥ സൃഷ്ടിക്കാവുന്ന മരങ്ങൾ, പാമ്പ് മുതലായ ജീവികളുടെ സാന്നിധ്യം, ഭിത്തികളിലോ നിലങ്ങളിലോ ഉള്ള വിടവുകൾ തുടങ്ങിയവയും പരിശോധനയുടെ ഭാഗമായി വിലയിരുത്തും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും ശുചിത്വപരവുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, ബിജു VL, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാലയത്തിലെ അധ്യാപകർക്ക് വേണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലനം 18-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവ്. ഇരിങ്ങപ്പുറം രാമനാഥ് വീട്ടിൽ 50 വയസ്സുള്ള ജുമൈല ഫെബ്രുവരി 12-ന് പുലർച്ചെ വീടിന് പുറകുവശത്തുള്ള പറമ്പിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ഇരിങ്ങപ്പുറം പുക്കയിൽ വീട്ടിൽ വിശ്വനാഥൻ ഭാര്യ ആബിദയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് അന്വേഷിക്കാൻ ഗുരുവായൂർ പോലീസിനോട് ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ആബിദയിൽ നിന്ന് പണം കടം വാങ്ങിയ ജുമൈലയെ പലിശ ആവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്ന് കാണിച്ച് ഇവരുടെ മകൻ ഷിനാസ് കോടതിയിൽ സ്വകാര്യ അന്യായം ബോധിപ്പിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശാരിക സത്യൻ ഉത്തരവിട്ടത്. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് KB ഹരിദാസ്, R ആനന്ദ് എന്നിവർ ഹാജരായി. അന്താരാഷ്ട്ര നഴ്സ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നഴ്സുമാർക്കായി സ്നേഹാദരം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ നഴ്സുമാർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചായിരുന്നു ആഘോഷം. നഴ്സിംഗ് സൂപ്രണ്ടുമാരായ സിസ്റ്റർ അൽഫോൺസ, സിസ്റ്റർ ദീപ, ആശുപത്രി ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, പ്രവർത്തകരായ സനൽ കാണിപ്പയ്യൂർ, സുരേഷ് പനങ്ങായി, പ്രശാന്ത് ചിറ്റഞ്ഞൂർ, അശോകൻ, സിസ്റ്റർ രാഗി, സജീവൻ, സന്ധ്യ സജീവ, നന്ദൻ തിരുത്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിന് കീഴിലുള്ള സെന്റ് ആന്റണീസ് കപ്പേളയിലെ പ്രഥമ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വൈകിട്ട് 4-ന് തിരുമുറ്റ ബാൻഡുവാദ്യത്തോടുകൂടിയാണ് ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. ദിവ്യബലിക്ക് മുൻപായി കമ്മിറ്റി അംഗങ്ങൾ കാഴ്ചസമർപ്പണം നടത്തി. തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയ നെല്ലിക്കുന്ന് കാര്യക്കാട്ട് സ്റ്റെല്ല പോളിന്റെ കുടുംബാംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ചു. 4:30-ക്ക് മുൻവികാരി ഫാദർ സാജൻ വടക്കൻ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. മുൻവികാരി ഫാദർ ക്രിസ്റ്റോൻ പെരുമാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോബി പുത്തൂർ സഹകാർമ്മികനായി. ദിവ്യബലിയെ തുടർന്ന് ലതീഞ്ഞ്, നൊവേന എന്നിവയുമുണ്ടായി. പിന്നീട് വിശ്വാസികൾക്കായി വിശുദ്ധ അന്തോണീസിന്റെ വള എടുത്തുവെക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിച്ച് ഭക്തിനിർഭരമായ പ്രദക്ഷിണം ഇടവക ദേവാലയത്തിലേക്ക് നടത്തി. തുടർന്ന് നടന്ന നേർച്ചകൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോബി പുത്തൂർ, കൈക്കാരന്മാരായ വിൻസെന്റ് ചെറുവത്തൂർ, ജോബ് കണ്ണനായ്ക്കൽ, തോമസ് കാക്കശ്ശേരി, ജനറൽ കൺവീനർ KT ലാസർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗീതാഗോവിന്ദം ട്രസ്റ്റ് അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഗുരുവായൂരിൽ ജയദേവ സ്മൃതിയും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് രുക്മണി റീജൻസിയിൽ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും. വത്സൻ തെയ്യാടി മുഖ്യപ്രഭാഷണം നടത്തും. ജയദേവ പുരസ്കാരം വടക്കേപ്പാട്ട് കൃഷ്ണകുമാറിന് സമ്മാനിക്കും. ഭാരവാഹികളായ ജ്യോതിദാസ് ഗുരുവായൂർ, ഡോക്ടർ KB പ്രഭാകരൻ, C ഹരികൃഷ്ണൻ, അനീഷ് ആനന്ദ്, കൃഷ്ണറാം ജ്യോതിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക ദിനവും മതബോധന ദിനവും പഴയ കുരിശുപള്ളിയുടെ 60-ാം വാർഷികവും ആഘോഷിച്ചു. ഇടവക ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങ് അതിരൂപത ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോബി പുത്തൂർ അധ്യക്ഷനായി. കേന്ദ്രസമിതി സെക്രട്ടറിയും പ്രോഗ്രാം കൺവീനറുമായ ഷാജി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിശ്വാസ പരിശീലനത്തിൽ 25 വർഷവും 15 വർഷവും പൂർത്തിയാക്കിയ റോസി ജോർജ്
പ്രിൻസിപ്പൽ ജലീജ് മാസ്റ്റർ, ഷിമോൾ പോൾസൺ എന്നിവരെ ആദരിച്ചു. പഴയ കുരിശുപള്ളിയുടെ വാർഷിക അവലോകന റിപ്പോർട്ട് കൈക്കാരൻ CJ വിൻസൻ അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ ജോബ് കണ്ണായ്ക്കൽ, തോമസ് കാക്കശ്ശേരി, കേന്ദ്രസമിതി കൺവീനറും പരിപാടിയുടെ ജനറൽ കൺവീനറുമായ KT ലാസർ, സെന്റ് റോസ് യൂണിറ്റ് പ്രസിഡന്റും ഫുഡ് കമ്മിറ്റി കൺവീനറുമായ പോൾ ജേക്കബ്, വിശുദ്ധ മരിയ ഗോരോത്തി യൂണിറ്റ് പ്രസിഡന്റും ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനറുമായ CD ജോസ്, ഫിനാൻസ് കൺവീനറും കേന്ദ്രസമിതി ട്രഷററുമായ CD ആൻഡോ, വൈദിക വിദ്യാർത്ഥി ബ്രദർ റീഗൻ, വിശ്വാസ പരിശീലനം സെക്രട്ടറി വിൻസി ബാബു, വിശ്വാസ പരിശീലനം പ്രതിനിധി ഷിമോൾ പോൾസൺ, പാസ്റ്ററൽ കൗൺസിൽ അംഗം ഷാജി ജോസഫ്, ദേവാലയ ശുശ്രൂഷി EJ സോജൻ എന്നിവർ സംസാരിച്ചു. വിശ്വാസ പരിശീലനം പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാനദാനത്തിന് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങ് സമാപിച്ചു. പോർക്കുളം പഞ്ചായത്ത് നടത്തുന്ന പരിപാടികളിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങളെ ഒഴിവാക്കിയെന്ന് ആരോപിച്ച് പ്രതിഷേധം. പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷത്തോളം രൂപ ചെലവിൽ നടത്തുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷാംഗങ്ങളെ ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറന്നുപോയെന്നാണ് പ്രസിഡന്റ് നൽകിയ മറുപടിയെന്നും പറയുന്നു. പ്രസിഡന്റ് തന്നിഷ്ടപ്രകാരവും ഏകപക്ഷീയവുമായാണ് പല പരിപാടികളും നടത്തുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. കുടിവെള്ള വിതരണം അടക്കം പല പദ്ധതികളും സമയബന്ധിതമായി നടത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ സിന്ധു ബാലൻ അറിയിച്ചു. അധികൃതരുടെ അനാസ്ഥ. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായത്. 2009 പ്രവർത്തനം ആരംഭിച്ച പാർക്കിൽ കുട്ടികൾക്ക് വിനോദത്തിനായി സ്ഥാപിച്ച ഉപകരണങ്ങൾ തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. കൂടാതെ ചുറ്റുമതിൽ പലയിടത്തും തകർന്ന നിലയിലുമാണ്. ചുറ്റുമതിൽ തകർന്ന ഭാഗങ്ങളിൽ രൂപപ്പെട്ട പൊത്തുകളിൽ പാമ്പുകൾക്ക് യഥേഷ്ടം കയറിയിരിക്കാവുന്ന സാഹചര്യമാണ്. മുൻപ് ഇവിടെ കളികൾക്കും വിനോദങ്ങൾക്കുമായി എത്തിയിരുന്ന കുട്ടികൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ്. സുരക്ഷിതമില്ലാത്തതാണ് കുട്ടികളെ പാർക്കിൽ നിന്നും അകറ്റി നിർത്തുന്നതിനുള്ള പ്രധാന കാരണം. പാർക്കിന്റെ കോമ്പൗണ്ട് ചപ്പുചവറുകൾ മൂടിക്കിടക്കുന്നതും കുട്ടികളുടെ ഈ ഭാഗത്തേക്കുള്ള വരവിന് തടസ്സമാകുന്നുണ്ട്. വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി വിവിധ ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഏത് നിമിഷവും നിലംപതിക്കാറായ മതിലും വാതിലുകൾ ഇല്ലാത്ത വൃത്തിഹീനമായി കിടക്കുന്ന ശുചിമുറികളുമാണ് പാർക്കിലുള്ളത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള ഏക പാർക്കാണ് ഇതെന്നുള്ളതാണ് ഏറെ കൗതുകകരം. ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണസമിതികളും പാർക്കിന്റെ ഇന്നത്തെ ശോചനീയാവസ്ഥയ്ക്ക് കാരണക്കാരാണ്. പാർക്കിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ കാലയളവിൽ 1 രൂപ പോലും പഞ്ചായത്ത് ചെലവഴിച്ചിട്ടില്ല. പാർക്കിന്റെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ലൈബ്രറിയുടെയും ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ഗുരുവായൂർ തിരുവേങ്കിടം ദേശവാസികൾക്കായി അതീന്ദ്രിയ ധ്യാനത്തെയും യോഗത്തെയും ആസ്പദമാക്കി പ്രഭാഷണവും ക്ലാസും സംഘടിപ്പിച്ചു. തിരുവേങ്കിടം ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഞാങ്ങാട്രി വിദ്യാലയം മഹർഷി ബ്രഹ്മചാരി വിനയഗോപാൽജി മുഖ്യപ്രഭാഷണം നടത്തി. യോഗ, മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം, ജനമനസ്സുകളിലേക്ക് എന്ന വിഷയത്തിലൂന്നിയായിരുന്നു പ്രഭാഷണം. ആധുനിക ജീവിതശൈലിയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതിനും ധ്യാനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ക്ഷേത്രക്ഷേമ സമിതി അംഗം ശശി വാരണാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ മിഗ്നേഷ് മോഹൻ മുഖ്യാതിഥിയായി. ഗോപി മനയത്ത്, ആലക്കൽ ഉണ്ണികൃഷ്ണൻ, പ്രേമ പാഴൂർ, ബാലൻ വാരണാട്ട്, വി രാഘവ വാര്യർ, സന്തോഷ് ചീരേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ ആലക്കൽ, പ്രഭാകരൻ മണ്ണൂർ, ഗോപി മനയത്ത് തുടങ്ങിയവർ ഉപഹാര സമർപ്പണം നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് 17ാം വാർഡ് 45ാം നമ്പർ അംഗൻവാടിയിൽ നിന്നും 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ലീല ടീച്ചർക്ക് അംഗൻവാടി വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്പ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്ത്, പഞ്ചായത്ത് മെമ്പർമാർ, ICDS ഓഫീസർ ശോഭ, MM മേഴ്സി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര പുതിയറ സെന്ററിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി അടഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പുതിയറ പള്ളിയിലേക്കും മറ്റും പോകുന്നവരാണ് ഇതുമൂലം ഏറെ വലയുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ഇവർ പറയുന്നു.
ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെരുവ് വിളക്കുകൾ മാറ്റിയതിനാൽ ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രമാണ് പ്രദേശവാസികൾക്ക് ഏക ആശ്രയം. ഇത് പ്രവർത്തനരഹിതമായതോടെയാണ് ജനം ബുദ്ധിമുട്ടിലായത്. തെരുവുനായ ശല്യവും ഇവിടെ രൂക്ഷമാണ്. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ അധികൃതർ നടപടിയുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഹൈമാർട്സ് ലൈറ്റ് പുതിയ സെൻറ്ററിലുള്ള ഒരു മാസത്തോളമായി ഇവിടെ എന്തായിട്ടില്ല, കത്തുന്നില്ല. ഈ ഹൈവേയിലാണെങ്കിൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല, അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ പള്ളിയിലേക്ക് പോണ ആൾക്കാർക്കും അവിടെ ഓട്ടോ ഡ്രൈവർമാർക്കും ഭയങ്കര ദുരിതമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇരുട്ടായതിൻ്റെ പേരിൽ ഈ നായ്ക്കളുടെ ശല്യങ്ങൾ പള്ളിയിലേക്ക് പോണ ആളുകൾക്ക് വളരെ ശല്യമായ രീതിയിലാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികൃതർ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഗുരുവായൂർ പഴയ റൂറൽ ബാങ്ക് ബിൽഡിംഗിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. എക്സൈസിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാം, അഫ്സൽ, ബിബിൻ ചാക്കോ, അബിൻ ആന്റണി, റിൻഡോ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 1.5 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തുടർന്ന് NDPS കേസ് രജിസ്റ്റർ ചെയ്തു. പാർട്ടി സഹിതം രഹസ്യാന്വേഷണങ്ങൾ നടത്തിയവരവേ ഈ റൂറൽ ബാങ്കിൻ്റെ പരിസരത്തായിട്ട് കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നതായിട്ട് ഒരു രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്. 1/2 മീറ്ററിലധികം വളർച്ചയുള്ള കഞ്ചാവ് ചെടി കണ്ടെടുക്കാൻ ഇടയായി. ഈ സാധാരണ കഞ്ചാവ് വലിക്കുന്നവരാരെങ്കിലും അതിൻ്റെ അരികൾ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതാരെങ്കിലും നട്ടു വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തി പ്രതിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിന് നിയമ നടപടികൾ നടത്തി ഇത് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ ഭാഗമായി 1200 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, നോട്ട്ബുക്കുകൾ അടങ്ങിയ കിറ്റുകൾ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണ് സ്കൂൾ ബാഗും നോട്ടുബുക്കും അടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്യുന്നത്. വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകർ വഴി തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂപ്പൺ വഴിയാണ് ബാഗും നോട്ടുപുസ്തകങ്ങളും വിതരണം ചെയ്യുക. കഴിഞ്ഞ 10 വർഷക്കാലമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 7500ഓളം വിദ്യാർത്ഥികൾക്ക് അധ്യയന വർഷ ആരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കിറ്റുകൾ ഇതിനകം വിതരണം നടത്തിയിട്ടുണ്ട്. ഈ അധ്യയന വർഷത്തെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപോലീത്ത കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചൊവ്വന്നൂർ BRC ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ അനീഷ് ലോറൻസ് ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 31 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രാജീവ് ഗാന്ധി സ്മാരക ടൗൺഹാളിൽ വെച്ചാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ലബീബ് ഹസൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, CK അപ്പുമോൻ, KV സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ ഗുണനിലവാര മാനദണ്ഡമായ NQSന്റെ ഭാഗമായി ഇൻഫെക്ഷൻ കൺട്രോൾ വിഷയത്തിൽ ജീവനക്കാർക്കായുള്ള പരിശീലനം സംഘടിപ്പിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, ആരോഗ്യ കേന്ദ്രത്തിലെ ശുചിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുക, രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പരിശീലനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്ത ബോധവും സേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനും പരിശീലനം സഹായകരമായി. കുളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം നഴ്സിംഗ് ഓഫീസർ ഷെറിൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഡോക്ടർ PV ശോഭ, ഡോക്ടർ നമത്ര നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരും പരിശീലനത്തിൽ പങ്കെടുത്തു. കൊടും ചൂടിൽ കുരുന്നുകൾക്ക് ആശ്വാസമേകാൻ അങ്കണവാടിയിൽ AC സ്ഥാപിച്ചു. വേലൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലുള്ള കുറുവണ്ണൂർ അങ്കൺവാടിയിലാണ് പുതിയതായി AC സ്ഥാപിച്ചത്. 19-ാം വാർഡ് മെമ്പർ AG രഞ്ജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. അങ്കൺവാടി അധ്യാപിക പ്രസന്ന അധ്യക്ഷയായി. സരസ്വതി വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആശാവർക്കർ ഷീല, ഹെൽപ്പർ പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും രക്ഷാകർത്താക്കളും നാട്ടുകാരുമടക്കം ചടങ്ങിൽ പങ്കെടുത്തു. ദുർഗന്ധം മാറി സുഗന്ധം പരന്ന് കുന്നംകുളം നഗരത്തിന് പുതിയ മുഖച്ഛായ കൈവരുമ്പോൾ അതിനായി സർവ്വ പിന്തുണയും നൽകിയ ഒരാളുണ്ട്.
പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും മലായ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ ഹാജിയാണ് നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് പട്ടണഹൃദയത്തിന് ഹരിതമുഖം നൽകാൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചത്. പഴഞ്ഞി കരിക്കാട്ടെ അബൂബക്കർ ഹാജിയുടെ വീട്ടിലെത്തിയാൽ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുക. അലങ്കാര ചെടികളുടെ വലിയ സാമ്രാജ്യം തന്നെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. തനതിനങ്ങളെക്കാളും കൂടുതൽ വിദേശി സസ്യങ്ങളാണ് കാഴ്ചയുടെ വസന്തം തീർക്കുന്നത്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും ലക്ഷത്തിലും ഒതുങ്ങാത്ത വിലയുള്ളവയാണ് ഇവ. എങ്ങനെ ഇത്തരമൊരു ഹോബിയിലേക്ക് എത്തിയെന്നതും ഇതിന്റെ പരിപാലനവും സംബന്ധിച്ച മലായ അബൂബക്കർ ഹാജി വിശദീകരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കിയത്, എങ്ങനെയാണ് അതിന്റെ പരിപാലനം, വിശദമായ എല്ലാ വിവരങ്ങളും എങ്ങനെയൊക്കെ? ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാൻ ഞാൻ 100-ൽ പരം ചെടികളാണ് കുന്നോളം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ആടേനെ ടവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ പൂക്കൾ കഴിയും, അതിന്റെ ഒരു രക്തചുരുക്കം ഞങ്ങൾക്ക് തരാമെന്നാണ്. അവിടെ നിങ്ങൾ അതിന്റെ ചെടിനെ പറ്റി കാണുന്നതിൽ ഇതാണ് ഇതിന്റെ വിത്ത്. ഈ ആനക്കൊമ്പുമാരി വരുന്നതാണ് ഇതിന്റെ വിത്ത് തന്നിട്ടാണ്. ഈ പൂവിൽ നിന്ന് വിരിഞ്ഞിട്ട് വരുന്നതാണ് ഇതിന്റെ വിത്ത്. ഈ വിത്ത് എങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇതില് ഈ സൈസ് ഇപ്പൊ ഞാൻ ഇതിനെ ഉണക്കാട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഡബ്ബയിലിട്ടിട്ട് ഇതേമാതിരിയുള്ള ഈ ചെടികളുടെ ഇതിൽ ഉണക്കാൻ പറ്റുകയാണെങ്കിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൂപ്പന്താടി മാതിരിയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇത് വന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡ് പൊളിച്ചുണ്ടാക്കിയിട്ട് ഇതിന്റെ വിത്തുകളാക്കി എടുക്കും. ആ വിത്തുകള് നിങ്ങൾക്ക് മുളപ്പിച്ച് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും. ആ വിത്തുകൾ മുളപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ വരും. ആ വിത്തുകൾ മുളപ്പിച്ചുണ്ടാക്കിയാണ് ഈ കാണുന്നത്. ഇത് ഞാനൊരു 3 ആഴ്ച മുന്നേ മുളപ്പിച്ചെടുത്തലാണ് കേട്ടോ. ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലുള്ളത് ഇതിനെ സെപ്പറേറ്റ് ആക്കലാണ്. ഈ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി വെച്ചുള്ള ഗ്ലാസ്സുകൾ നീ കാണാം കേട്ടോ. ഇതിനെ ഞാൻ ഇത് ട്രയൽ ബേസിൽ വെച്ചാണ് വരഞ്ഞെടുത്തിട്ട് ഇതിന് അതിനാദ്യം മണല് ചാണകപ്പൊടിയും മണ്ണ് ഇതെല്ലാം ഉപയോഗിച്ച് ചാർജിങ്ങിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറെ വിലവിക്കൊണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ചാണകപ്പൊടി മറ്റേതൊക്കെ ഏത് പിന്നെ കോക്ക്പീറ്റ് പിന്നെ നാളികേരത്തിന്റെ ഇത് വരുന്നുണ്ട്. അതായത് പിന്നെ മണൽ കൂടി ചേർത്തിട്ടാണ് ഇതിന് സെപ്പറേറ്റ്. ഇതിപ്പോ ഞാൻ ട്രയൽ ബേസ് വെച്ച് കണക്കാൻ ഇതിനെ വളരെ പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് വെച്ചിട്ടാണ്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ എന്ത് വരുന്നത് ചെടികൾ വലുതായിട്ട് പിടിച്ചിട്ടും പിന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നാണ് ഒന്നുകൂടി വലുതായി കഴിഞ്ഞാൽ ചെടികൾ വലുതായി കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് വയ്ക്കും. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ക്രമേണ ഉണ്ടാക്കിയ ചെടികളാണ് പിന്നെ ഇവരെ നമ്മളെ സ്റ്റാഫുകൾ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ കുന്നോളം നമ്മളെ ടവറിനോട് കൊണ്ടുവച്ചു. ഘട്ടഘട്ടമായിട്ടുള്ള പ്രവർത്തനം. പഠിച്ചുപോയി അത് മനസ്സിലാക്കി സമയമെടുത്ത് അതിന് പരിചരണം കൊടുത്ത് അന്തരീക്ഷം ഒരുക്കിയിട്ട് കൊണ്ടുവരാണ്. മലായ സ്ഥാപനയുടമയുടെ വീട്ടിലുള്ള മനോഹരമായ അലങ്കാര സസ്യശേഖരത്തെക്കുറിച്ച് അറിഞ്ഞാണ് നഗരസഭാ അധികൃതർ സ്വച്ഛ് സർവേക്ഷൺ 2025-26 ശുചിത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സമീപിച്ചത്. ഹൃദയപൂർവ്വം പദ്ധതിയുമായി സഹകരിച്ച ഇദ്ദേഹം ജീവനക്കാരുടെ കൂടി പിന്തുണയിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് മലായ ജംഗ്ഷന് മുന്നിലായി ഗ്രീൻ സോൺ സജ്ജമാക്കി. സ്റ്റാഫിന്റെ സമ്പൂർണ്ണ പിന്തുണയിലാണ് ഗ്രീൻ ഗാർഡന്റെ പ്രവർത്തനം. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിന് ഇത്രയധികം എക്സ്പെൻസീവ് ആണ് എങ്കിലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മലായ ഗോൾഡ് ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില സാമൂഹിക രോഗികളുടെ ചില ശല്യം കാരണം ചില ചെടി നശിപ്പിക്കലും ചട്ടികൾ നശിപ്പിക്കലൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വിപുലീകരിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് അത് നടക്കുന്നത്. കൂടുതൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കുന്നംകുളം നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ സൗന്ദര്യവൽക്കരണവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ സിറ്റിയിലെ ഹൃദയഭാഗത്തൊരു പൂന്തോട്ടം നവീകരിക്കാൻ മലായ ഗോൾഡൻ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MD അബൂബക്കർ സാറ് എടുത്ത ഒരു തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും കൊടുത്തത്. മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ വേറൊന്നും നമ്മൾ ആലോചിച്ചില്ല. സാറിന് ഗാർഡനിങ് താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫുകളുടെയും പിന്തുണയോട് കൂടിയിട്ട് കുന്നംകുളത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിച്ചതിൽ മലയാള സ്റ്റാഫുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് അത്രയും ഭംഗിയിൽ കൊണ്ടുപോകാൻ എല്ലാവരുടെ സഹകരണം ആവശ്യമുണ്ട്.
തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. സുരക്ഷയും പരിപാലനവും വെല്ലുവിളിയാണെങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ലെന്നും ഇതിന് പിന്തുണ നൽകിയ നഗരസഭാധികൃതർക്ക് നന്ദി അർപ്പിക്കുന്നതായും മലായ MD അബൂബക്കർ ഹാജി വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭയുടെ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിർദ്ദേശം വരികയും ആ നിർദ്ദേശം വരുവാനുള്ള കാരണം എൻ്റെ ഗാർഡനെ പറ്റിയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ മുനിസിപ്പാലിറ്റി അധികൃതർ കാണുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പ്രകാരം അവർ എന്നോട് റിക്വസ്റ്റ് നടത്തി നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഗാർഡൻ ഫിക്സ് ആക്കാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നമ്മളുടെ സ്റ്റാഫിനായിട്ട് ഞാൻ കൂടി ആലോചിച്ചു, മലയ ഗോൾഡിൻ്റെ സ്റ്റാഫിനായിട്ട് ആലോചിച്ചു. അപ്പോൾ അവരെ കൂടി നിർദ്ദേശപരം അവിടുന്ന് കുറച്ച് ചെടികൾ ഇവിടെ എടുത്തു കൊടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമാണ്. ആ ഒരു ഗാർഡനിൽ നിന്ന് കുറച്ച് ചെടികളും കാര്യങ്ങളും എടുത്ത് ഇവിടെ കൊടുത്തു വെക്കാൻ കാണും. ഏകദേശം 100-ൽ പരം ചെടികൾ ആ സമയത്ത് കൊടുത്തു വെക്കേണ്ടതായിട്ട്. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളും ഇതിന്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സൗമ്യ അനിൽ, വൈസ് ചെയർമാൻ ജയപ്രകാശ്, സെക്രട്ടറി മനോജ്, CCM രഞ്ജിത്ത് സാറ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പിടിക്കാനൊക്കെ ആയിട്ടും അവരോടൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ്. അല്പം കൂടി ഈ ഗാർഡൻ വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയിൽ എക്കാലവും മലായ നിലനിൽക്കുമെന്നതിന്റെ മറ്റൊരു സാക്ഷ്യം കൂടിയാവുകയാണ് നഗരത്തിന് നറുമണം പകരുന്ന ഈ മനോഹര പൂന്തോട്ടം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് മടക്കി നൽകി തപാൽ വകുപ്പ്. പാവർട്ടി കൈതമുക്ക് സ്വദേശി നാലകത്ത് പള്ളത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്റഫ് ഭാര്യ ഷഫ്ന അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളി മുഖാന്തരം മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണം കാണിച്ച് പരാതിക്കാരിക്ക് തന്നെ തിരിച്ചയച്ചത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിനിടെ തപാൽ വകുപ്പിന്റെ ഈ നടപടി കൌതുകമായി. 2026 മെയ് 4-നാണ് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സഖ്യത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ തർക്കമാണ് കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണം. ഒരു ചെറിയ പരാതി പോലും സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളില്ലാത്ത അവസ്ഥയാണ് കത്ത് തിരിച്ചു വന്നതിലൂടെ കാണിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് കല്ലുംപുറത്ത് സ്വീകരണം നൽകി. വിവിധ സംഘടനകൾ ഹാരാർപ്പണം ചെയ്തു. മതവർഗീയവാദത്തോടും ഭീകരവാദത്തോടും വർഗീയവാദത്തോടും സന്ധിയില്ലാത്ത പോരാട്ടം അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും നടത്തിയാണ് ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുവാൻ ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കനത്ത വേനലിൽ വെള്ളം വറ്റിയ പഴഞ്ഞി പെരുന്തുരുത്തി 60-ാം നമ്പർ അംഗൻവാടിയിലെ കിണർ DYFI പ്രവർത്തകർ വൃത്തിയാക്കി. വെള്ളമില്ലാത്തതിനാൽ അംഗൻവാടി പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ PP അഖിലിന്റെ നേതൃത്വത്തിൽ DYFI പ്രവർത്തകർ കിണർ വൃത്തിയാക്കാൻ തുടങ്ങി. കിണറ്റിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും 1.5 അടിയോളം നീക്കം ചെയ്തു. ഇതോടെ കിണറ്റിൽ ശുദ്ധജലം നിറഞ്ഞു. ശുചീകരണത്തിന് DYFI ബ്ലോക്ക് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി MV നിധിൻ, ദർശക് സിദ്ധാർത്ഥ്, അഫീഫ്, കൃഷ്ണദാസ്, വൈഷ്ണവ്, അഭിനവ്, മുഹമ്മദ് ഷാഹിൻ, അഷ്കർ അബ്ബാസ്, എബൽ ഷൈജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് ചെറുതുരുത്തിയിലെ പെരുന്തുരുത്തി പ്രദേശത്ത് 60-ാം നമ്പർ അംഗനവാടിയിൽ മാസങ്ങളായിട്ട് ഈ ജലക്ഷാമം നേരിടുകയാണ്. ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായത്തെ തുടർന്ന് എന്നെ വിവരം അറിയിക്കുകയും DYFI പ്രവർത്തകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവരുടെയും കൂടി ഇടപെടൽ കൊണ്ട് 1.5 കോല് താഴ്ത്തിയിട്ട് ഇപ്പോൾ വെള്ളം കണ്ടിരിക്കുകയാണ്. അടുത്ത വേനലിൽ സമൃദ്ധിയായിട്ട് വെള്ളമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ചാട്ടുകുളത്ത് വാഹനാപകടം, യുവാവിന് പരിക്കേറ്റു. വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാണ് പരിക്കേറ്റത്. തടിച്ചുകൂടിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റയാളെ 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളയ്ക്കു ശേഷം. വാർത്തയിലേക്ക്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സജി ചെറുമൽ പ്രസിഡന്റ്, KM അബ്ബാസ് ജനറൽ സെക്രട്ടറി, CS ശശി ട്രഷറർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ കഴിഞ്ഞ ദിവസം ചേർന്ന പൊതുയോഗത്തിലാണ് തെരഞ്ഞെടുത്തത്. ഉത്തരേന്ത്യൻ തൊഴിലാളി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാട്ടുകാമ്പാൽ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ തൊഴിലാളി കൂട്ടായ്മ നടത്തി. CITU കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ ലേബർ കോഡ് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മനോജ് C. ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി അംഗം VK ബാബുരാജ് സ്വാഗതം പറഞ്ഞു. ബാലസംഘം മണലൂർ ഏരിയ ചുമതലക്കാരനായിരുന്ന PK കുഞ്ഞിന്റെ 5ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. അന്തിക്കാട് കല്ലിട വഴിയിലെ സ്മാരകത്തിൽ നടന്ന അനുസ്മരണം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം AK അഭിലാഷ് അധ്യക്ഷനായി. കൃഷ്ണൻകുട്ടി മാണിക്കത്ത്, റാഫി കുഞ്ഞുക്ക, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV ശ്രീവത്സൻ, TI ചാക്കോ, ലോക്കൽ സെക്രട്ടറിമാരായ KV രാജേഷ്, PR ഷിബു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,390 രൂപ, പവന് 1,23,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 320 രൂപ. ചരമം കോട്ടപ്പടി മേലിട്ട് ലോനമകൻ കൊച്ചപ്പൻ നിര്യാതനായി. 104 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ത്രേസിക്കുട്ടി, ബേബി ജോസഫ്, വത്സല, തങ്കമ്മ, സിസ്റ്റർ ഹിമാറോസ്, മാഗി എന്നിവർ മക്കളാണ്. മറ്റം ഇമ്മട്ടി തോമയുടെ മകൻ ജോൺസൺ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ഡെയ്സിയാണ് ഭാര്യ, ഡെൻസൺ മകനാണ്. പുന്നയൂർ മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളിക്ക് കിഴക്ക് വെട്ടിപ്പുഴയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ കോന്നാമാക്കൽ അബൂബക്കർ ഹാജി മകൻ മൊയ്തൂൻ എന്ന മൊയ്തു നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. ബുഷ്രയാണ് ഭാര്യ. അസ്ലം ഷാ, ഹസറിൻ ഷാ എന്നിവർ മക്കളാണ്. തയ്യൂർ മുരിങ്ങാത്തേരി പൊറിഞ്ചു മകൻ കുര്യാക്കോസ് നിര്യാതനായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് തയ്യൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ എൽസിയാണ് ഭാര്യ. ഫ്രാൻസിസ്, ഡെയ്സൺ, റീന എന്നിവർ മക്കളാണ്. കൊച്ചി മാർക്കറ്റ് റോഡ് ന്യൂ ഇന്ത്യ മെറ്റൽസ്, ന്യൂ ഇന്ത്യ ഏജൻസി എന്നിവയുടെ ഉടമ കുന്നംകുളം സ്വദേശി അയ്യപ്പൻകാവ് സിറ്റിസൺ റോഡിൽ പനക്കൽ ഡേവിഡ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വസതിയിലെ ശുശ്രൂഷയെ തുടർന്ന് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഷീലയാണ് ഭാര്യ. നിലോ, നിജോ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കടങ്ങോട് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ. ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത്. അധികൃതരുടെ അനാസ്ഥ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് അപകട ഭീഷണിയിൽ. 12ാം വാർഡിൽ ശ്രീകൃഷ്ണ കോളേജ് റോഡിൽ ഹരികന്യക അംഗൻവാടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അപകടാവസ്ഥയിലായിട്ടുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.